അസ്സലാമലൈക്കും. ഈ പെട്രോളിനും എല്ലാത്തിനും വില കൂടുകയാണ്. എല്ലാത്തിനും വില കൂടുക. ഈ അമേരിക്കക്ക് ഉപരോധമല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ ഉപരോധം? ഇറാനെ ഉപരോധിച്ചിട്ട് എന്നിട്ട് ഇറാൻ അനുസരിക്കണ്ട. ഇറാൻ അനുസരിക്കേണ്ട കാര്യമില്ല. അവൻ്റെ സ്വന്തം രാജ്യത്ത് അവന് സ്വാതന്ത്ര്യമില്ലേ? അവൻ്റെ സ്വന്തം അവകാശപ്പെട്ട അവൻ്റെ കടലിടുക്ക് അവനക്ക് എന്താ അവകാശമില്ലേ? എല്ലാ അമേരിക്കക്കും ഇസ്രായേലിനും പറ്റുള്ളൂ എല്ലാ കാര്യവും. എല്ലാം ലോകത്തുള്ള എല്ലാവരും ആത്മാവ് അമേരിക്കയാണ്. അവിടെ അമേരിക്കയിൽ ലോക ബാങ്ക് ഉണ്ടല്ലോ. എന്ത് ലോക ബാങ്ക്? ലോക ബാങ്ക് ഉണ്ടായ ജനങ്ങളെ കയ്യിൽ പൈസ വേണ്ടേ? ജനങ്ങളല്ലേ അവിടെ ഇടുന്നത്. ഈ പ്രവാസിയിൽ ലോകത്ത് ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ടാണല്ലോ ഈ അമേരിക്കയൊക്കെ പൈസ ലോക ബാങ്ക് ആകുന്നത്. എന്നാൽ പിന്നെ എല്ലാവരും അമേരിക്കക്ക് കയറിപ്പോയിനെ. ലോകത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം പ്രവാസികൾ മൊത്തം അമേരിക്കയിൽ പോയി കാശുണ്ടാക്കില്ല. എല്ലാ രാജ്യം നശിപ്പിച്ചിട്ട് അമേരിക്ക മാത്രം മതിയല്ലോ. എന്നാൽ എല്ലാവരും അമേരിക്കയ്ക്ക് കയറി അവിടുത്തെ സ്റ്റൈല് മാറ്റ്. അവിടെ എല്ലാ മുസ്ലിങ്ങളുടെ സ്റ്റൈലാക്കിനെ അമേരിക്കയിൽ പോയിട്ട്. എന്താ എല്ലാ അമേരിക്കയൊക്കെ നടക്കും, എല്ലാം ഇസ്രായേലിലേ നടക്കും. അവർക്ക് മാത്രമേ ഉള്ളൂ ഭൂമിയിലെ അവകാശം. എല്ലാവരും ഒരുപോലെ, എല്ലാവരും തുല്യ അവകാശമുണ്ട്. ഈ ഭൂമി പെറ്റ് വീണവർക്ക് എല്ലാവർക്കും, പ്രസവിച്ച് വീണവർക്ക് എല്ലാവർക്കും തുല്യ അവകാശം. ഓരോ രാജ്യത്ത് അവരവരെ അവകാശം. ഇന്ത്യയിൽ ഇന്ത്യയുടെ അവകാശം, ഇന്ത്യൻ പൗരത്വം. ഇറാനിലെ പൗരത്വം. അമേരിക്കയിൽ ഇവരുണ്ട് പോയിട്ട് അമേരിക്കയിലെ പൗരത്വം ഏറ്റെടുക്കാൻ പോണത്. എന്തിനാ അവരെ കയറി ഭരിക്കാൻ പോണത്? അവരതിൽ ക്രൂഡ് ഓയിലുണ്ട്, പെട്രോളുണ്ട്, ഉണ്ടായിക്കോട്ടെ. അമേരിക്കക്ക് എന്താ അവകാശം ചോദ്യം ചെയ്യാനും ഉപരോധിക്കാനും? നല്ല പാട്. എന്താ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഭൂമിയിലെ അവകാശം, ദുനിയാവും? വേറെ ആർക്കും ഇല്ല അവകാശമോ? നല്ല കൂട്ട്. ഇതെന്താ എന്തിനാ ഇതെന്നൊക്കെ പറയണത്? ഖുർആനിലുണ്ട് എന്നല്ലേ പറയണത്. ഖുർആനിലുണ്ടെങ്കിലേ അത് അള്ളാഹുവിനോട് എല്ലാവരും തേടി ദ്വാരക്കും. ഇറാൻ നശിക്കുമെന്ന് ഖുർആനിലുണ്ടാവില്ല. എല്ലാവരും തേടിയിട്ട് അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക. അള്ളാഹു കുഷ്ഠരോഗം മാറ്റണം, വെള്ളപ്പാണ്ട് മാറ്റണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നേർവഴിക്ക് ഒരുപാട് സംഗതികൾ മാറ്റിയിട്ട് ഇപ്പം തന്നെ റിഫാഷേനെ നമ്മൾ അള്ളാഹുവേൻ്റെ റിഫാഷേ, അള്ളാഹുവേൻ്റെ പുത്തമ്പളിക്കര മൂപ്പരെ, അള്ളാഹുവേൻ്റെ ബദിരീകളെന്ന് പറഞ്ഞാൽ അതിന് ഫലമില്ലേ? അള്ളാഹിനെ ആദ്യം വിളിച്ച് ഏത് ശുഹദാക്കളെ വിളിച്ചാലും അതിൻ്റെ ഫലമുണ്ട്. അള്ളാഹുവിനെ ആദ്യം വിളിച്ചിട്ടേ ഏത് അമ്പിയൗലിയാക്കന്മാരെ വിളിച്ചാലും അതിന് ഫലമുണ്ട്. വഹാബികൾ പറയണോട്ട് കേൾക്കാൻ വേണ്ട. അള്ളാഹുവിനെ വിളിച്ച് അമ്പിയൗലിയാക്കന്മാരെ വിളിക്കുക. അതേ ഈമാനും ഇസ്ലാമും 5, 6, 11 ഈമാൻ കാര്യത്തിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ പിന്നെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ വിശ്വസിക്കുക. അമ്പിയ മുർസലി വിശ്വസിക്കല. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാതെ പോയി, എന്തെങ്കിലും പെട്ടെന്ന് വന്ന് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ, അള്ളാഹിൻ്റെ കാട്ടിലെ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ബദിരീകളെ, അല്ലെങ്കിൽ എൻ്റെ റിഫാഷ്, അള്ളാഹു അല്ല എൻ്റെ മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞതിന് ഫലം കാണത്തില്ലയോ? അവിടെ പോയി മുട്ടുകുത്തല്ല. അവിടെ പോയിട്ടേ മുട്ടുകുത്തണമല്ല. അവിടെ പോയി മുട്ടുകുത്തല്ലല്ലോ. ഇപ്പം ആദരവായ റസൂലിൻ്റെ അടുത്ത് മക്കത്തും മദീനത്തും പോയിട്ട് മുട്ടുകുത്തുണ്ട് ആരെങ്കിലും? പള്ളിയിലല്ലേ നിസ്കരിക്കണത്? അവരെ മക്ബറെ കയറിയിട്ട് മുട്ടുകുത്തേ? നല്ല പാട്. അപ്പം നിങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ പടച്ചവനെ തിരുത്തല്ല, ഇറാൻ നശിക്കല്ല അല്ല. എന്തൊരു പാടത്! അവർക്ക് മാത്രം, ഈ അമേരിക്കക്കും ഇസ്രായേലിനും മാത്രം എല്ലാം ആവാന്നാ? എന്തിനായത്? എല്ലാവരും പോയിട്ട് അറബികൾ ദുബൈയിലാണ് ഇപ്പോൾ കൂടുതൽ. പടച്ചവനെ, എൻ്റെ ഒരു മോനുണ്ട്, അല്ലാഹുവേ, എൻ്റെ ഒരു മോനുണ്ട്. എല്ലാ അമ്മമാരും മക്കളുണ്ട് പടച്ചവനെ. അവരിവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന് എല്ലാത്തിനും വില കൂടുകയാണ്. ഗ്യാസിന് നോക്കി ഇരുന്ന് എനിക്ക് അറ്റാക്ക് വന്നാൽ ഗ്യാസിന് നോക്കി ഇതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. പ്രായമുള്ളവരെന്ത് ചെയ്യും? വയ്യാത്ത ആൾക്കാർ അറ്റാക്കും പിന്നെ അലർജിയും മറ്റതും മറിച്ചതും ഒക്കെയാണ്. എന്നെ ആരും നോക്കാനില്ല. എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നേരത്തെ നിന്നാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങും. എൻ്റെ വയസ്സായ മനുഷ്യനെ എനിക്ക് നോക്കണ്ടായോ? എന്നെ ആരുമില്ല നോക്കാൻ. ഗ്യാസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളെല്ലാവരും പോയിട്ട് അറബികളെല്ലാവരും പോയി അവിടെ ഒപ്പിട്ട് അവരെ ഇത് പറ,
വേണ്ടാന്ന് പറഞ്ഞേരി, യുദ്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറാൻ പറയണേ കേൾക്കില്ല എല്ലാവരും. ഇറാൻ്റെ കയറി ഉണ്ടാക്കാൻ പോകാതെ അറബികളോടെല്ലാം പോയി കയറി ഇതിനെ നശിപ്പിക്കണ്. ലോകം മൊത്തം നശിപ്പിക്കാൻ നേർന്ന അമേരിക്ക. ഇപ്പം ലോകബാങ്ക് അവതരില്ല. ഈ ലോകബാങ്ക് ഉണ്ടാവാൻ കാരണം ഈ ജനങ്ങളല്ലേ. അതെന്താ മനസ്സിലാക്കാത്തത്? എന്നാൽ ശരിയോ, നാട്ടിലാ വേണേക്ക്.